എന്താണ് കണ്ണൂരിലത്തെ ഒരു സ്ഥിതി സന്തോഷം? അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് കാസർഗോഡുണ്ട്. കാസർഗോട്ടെ ഒരു പ്രചാരണത്തിൻ്റെ സ്വഭാവം, ആദ്യ ദിവസം എങ്ങനെ എന്നുള്ളത്, വടകര, ഈ മൂന്ന് മണ്ഡലങ്ങളെ ചേർത്ത് സന്തോഷ്. ശരത്ത്, പൊതുവേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ ചൂട് അല്ലെങ്കിൽ പ്രചരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തുന്ന ഈ പ്രദേശങ്ങളാണ്, ജില്ലകളാണ് മലബാറിലെ ജില്ലകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലെല്ലാം തന്നെയും വളരെ ശക്തമായ പ്രചരണം തന്നെയാണ് തുടക്കത്തിൽ ആരംഭിച്ചത്. കാസർഗോഡ് നിന്ന് ഇന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് പ്രചരണം തുടങ്ങിയത്. രാവിലെ EK നായനാരുടെ, മുൻ മുഖ്യമന്ത്രിയും സമുന്നതനായ CPM നേതാവുമായിരുന്ന EK നായനാരുടെ പ്രിയ പത്നിയെ കണ്ടതിന് ശേഷമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രചരണം തുടങ്ങിയത്. അതിനുശേഷം കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി MV ജയരാജൻ രാവിലെ 7 മണിക്ക് തന്നെ പ്രചരണം ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് പെരളശ്ശേരിയിലെ AKG സ്തൂപത്തിൽ AKGയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് MV ജയരാജൻ പ്രചരണം തുടങ്ങിയത്. പിന്നീട് ജയരാജൻ നേരെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലേക്കാണ്, അതായത് പേരാവൂർ മണ്ഡലത്തിലാണ് ഇന്ന് പ്രചരണം നടത്തുന്നത്. അത് UDFന് കയ്യിലുള്ള നിയമസഭാ മണ്ഡലമാണ്. എങ്കിൽ കൂടിയും അടുത്ത കാലത്തായി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമെല്ലാം LDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മേഖലയാണ് ഈ മലയോര മേഖല. ഇരിട്ടിയും പേരാവൂരും കൊട്ടിയൂരും കേളകവും എല്ലാം ഉൾപ്പെടുന്ന ഈ മലയോര മേഖല, ഇവിടെയാണ് MV ജയരാജൻ രാവിലെ മുതൽക്ക് ഇന്ന് പ്രചരണം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികളെ, സ്ഥാപനങ്ങൾ, പള്ളികൾ, അതോടൊപ്പം തന്നെ മറ്റ് ആരാധനാലയങ്ങളിൽ മത നേതാക്കന്മാർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായി, കർഷക നേതാക്കൾ, ഇങ്ങനെയുള്ളവരെല്ലാമായി നേരിട്ട് കണ്ടുകൊണ്ടാണ് MV ജയരാജൻ ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെയും മലയോര മേഖലയിലെ വന്യമൃഗ സന്തോഷ, വേഗത്തിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളെ കുറിച്ച് കൂടി. തീർച്ചയായും മറ്റൊന്ന് വടകരയാണ്. വടകരയിൽ ഇന്ന് പേരാമ്പ്ര മണ്ഡലത്തിലാണ് KK ശൈലജ ടീച്ചർ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ടീച്ചർക്ക് ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്നെ വലിയ ജനപിന്തുണ, ഒരു ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ എത്തിയത് മുതൽക്ക് തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇന്ന് പേരാമ്പ്ര മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ തന്നെ പ്രധാന വ്യക്തികളെ ശൈലജ ടീച്ചർ കാട്ടുകയാണ്. ഏതായാലും വലിയ മുന്നേറ്റം തുടക്കത്തിൽ തന്നെ ശൈലജ ടീച്ചർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് എളമരം കരീം ഇന്ന് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. എളമരം കരീമിൻ്റെ തട്ടകമായ, എല്ലാവരെയും അടുത്ത് നേരിട്ട് പോലും പലരെയും നഗരത്തിലുള്ളവയെ കൂടുതൽ ആളെ നേരിട്ട് പരിചയമുള്ള ആളാണ് എളമരം കരീം. അതുകൊണ്ട് തന്നെ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഇന്ന് അദ്ദേഹം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്ത് വസീഫും ഇന്ന് ഈ സമാനമായ രീതിയിൽ തന്നെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നു. പൊന്നാനിയിൽ AK ഹംസയും പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം നേടിക്കഴിഞ്ഞു. ഏതായാലും മലബാർ മേഖലയിൽ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അത്യന്തം ആവേശത്തോടുകൂടി വലിയ മുൻതൂക്കം നേടിക്കൊണ്ട് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സന്തോഷ്, കണ്ണൂരിൽ നിന്ന് വളരെ സമഗ്രമായി മലബാറിന്റെ ഒരു പൊതുചിത്രമാണ് നൽകിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടം പ്രചാരണത്തിൽ വളരെ ഉഷാറായി, സമഗ്രമായി, സജീവമായി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പകൽ അനുഭവമാണ് ഇപ്പോൾ സന്തോഷ് കണ്ണൂരിൽ നിന്നും നൽകിയത്.